ആറളത്ത് പകൽ സമയങ്ങളിൽ പോലും ജനവാസ മേഖലകളിൽ ആന ഇറങ്ങുന്ന പ്രശ്നത്തിന് പരിഹാരമായി ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ PWD കെട്ടിടം വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാനും ആനകളെ തുരത്താനും ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതായും മന്ത്രി കൂട്ടിച്ചേർത്തു. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ സമിതിയുടെ ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആറളത്ത് ദ്രുതകർമ്മ സേനയുടെ വണ്ടി തന്നെ ആന ആക്രമിച്ചു. പകൽ സമയങ്ങളിൽ പോലും ആന റോഡിലിറങ്ങുകയാണ്. ആനമതിലിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ വനം മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ അൺടച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന വിഷയം കാട്ടുകുരങ്ങ് നിൽക്കുന്നുണ്ട്, മലയെണ്ണാൻ, അതൊക്കെ പിന്നെ ഇവിടെ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് തീരില്ല. പോളിസി ഡിസിഷനാണ്. പന്നിയെ വെടിവെക്കാൻ മിനിസ്റ്റർ ആവർത്തിച്ച് പറയുന്നു. അതിന് 3 മാസക്കാലം പന്നിയെ വെടിവെക്കാനുള്ള ഒരു പ്രത്യേക ഡ്രൈവ് നടത്തും പറഞ്ഞു. അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിനല്ല ഗൺ ലൈസൻസ് വേണം. ഞാൻ ഫോറസ്റ്റിനോടും പോലീസിനോടും കളക്ടറോടും ഞാൻ അഭ്യർത്ഥനയാണ്. അതായത് ഗൺ ലൈസൻസിന് സ്ഥലമുടമകൾ ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്ത ചില കേസുകൾ ഞാൻ ഇപ്പോഴത്തെ കളക്ടറോടും പഴയ കളക്ടറോടും പറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക ഞാൻ ശുപാർശ ചെയ്ത കേസുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഗൺ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരു ലൈസൻസ്ഡ് ഗൺ ഒരിക്കലും മിസ്യൂസ് ചെയ്ത ഹിസ്റ്ററി ഇല്ല. നമ്മുടെ പോലീസുകാർ പരിശോധിച്ച് നോക്കുക, ലൈസൻസ്ഡ് ഗണ്ണ് കൊണ്ട് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ലൈസൻസ്ഡ് ഗണ്ണ് ഉപയോഗിച്ച മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ലൈസൻസ്ഡ് ഗണ്ണ് ഉപയോഗപ്പെടുത്തുന്നത് ഈ കാര്യത്തിനാണ്, പ്രൊട്ടക്ഷനാണ്, സെൽഫ് പ്രൊട്ടക്ഷൻ അല്ലെ ക്രോപ്പ് പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ വന്ന മിനിസ്റ്റർ അസംബ്ലി പറഞ്ഞ കാര്യം അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. അസംബ്ലി പറഞ്ഞാൽ നമുക്ക് മതിയായ ഷൂട്ടേഴ്സ് ഇല്ല, അങ്ങനെ ലൈസൻസ്ഡ് ഗൺ ഹോൾഡേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദോസ് ഹു അപ്ലൈ മേ ബി പെർമിറ്റഡ് ടു യൂസ് ഇറ്റ്. എത്രയും വേഗം അതിൻ്റെ ലൈസൻസ് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. പിന്നെ ഫണ്ട് യൂട്ടിലൈസേഷൻ ഒരു പദ്ധതി അടയ്ക്കാത്തോട് തുടങ്ങിയത് നബാർഡ് RIDF ആണ്. ഇപ്പം നബാർഡ് AGM നേരത്തെ പറഞ്ഞു, നബാർഡിൻ്റെ സ്കീംസ് ഒക്കെ നമ്മൾ ചോക്കൗട്ട് ചെയ്യുന്നിടത്ത് ഇങ്ങനെയുള്ള സ്കീംസ് ഉണ്ടോ? പിന്നെ ഇപ്രാവശ്യം ബഡ്ജറ്റിൽ 100 കോടി രൂപ അധികം കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയതിൽ കണ്ണൂർ ജില്ല ഇതിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് ആണെന്നുള്ളത് കൊണ്ട് ആ ഹോട്ട്സ്പോട്ടിൽ ആറളം ഉൾപ്പെടെയുള്ള കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി അതിൻ്റെ ഏരിയയാണ് കൂടുതൽ കവർ ചെയ്യപ്പെടുന്നത്. എവിടെയാണെന്ന് ആലോചിച്ചിട്ട് അതിൽ നമുക്ക് കിട്ടാവുന്നത് ഈ ആനമതിലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ മതിൽ വെച്ച് തന്നെ കവർ ചെയ്തിട്ടില്ലെങ്കിൽ. ഇതിനു പുറമെ പ്രദേശത്തെ കൃഷിരീതി മാറ്റുന്നത് സംബന്ധിച്ച് വനം കൃഷി വകുപ്പുകൾ ചേർന്ന് ഏതാനും പഠനങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആനയെ ആകർഷിക്കാത്ത കൃഷിരീതി അവലംബിക്കാൻ കഴിയുമോ എന്ന കാര്യവും സർക്കാർ പരിശോധിക്കുമെന്ന് സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. കാട്ടുപന്നികളെ വെടിവെക്കാൻ തോക്ക് ലൈസൻസിനുള്ള അപേക്ഷയിന്മേൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം. കാടുപിടിച്ചു കിടക്കുന്ന സ്വകാര്യ ഭൂമി ഉടമകൾ വെട്ടിത്തെളിക്കാത്ത വിഷയത്തിൽ അത്തരം ഭൂമികളുടെയും ഭൂവുടമകളുടെയും പട്ടിക തയ്യാറാക്കാൻ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം നൽകി. വനമേഖലയ്ക്ക് പുറത്തുള്ള വ്യാജവാറ്റും മനുഷ്യ കാട്ടാന സംഘർഷത്തിന് കാരണമാകുന്നുവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതിനെതിരെ ബോധവൽക്കരണം നടത്തും. ജില്ലയിൽ സർപ്പ വളണ്ടിയർമാരുടെ കുറവുണ്ട്. മലയോരത്ത് തന്നെ കൊട്ടിയൂർ, കണിച്ചാർ ഒഴികെ മറ്റിടങ്ങളിൽ വേണ്ടത്ര സർപ്പ വളണ്ടിയേഴ്സ് ഇല്ല. വളണ്ടിയേഴ്സ് ആവാൻ താൽപ്പര്യമുള്ളവരുടെ പട്ടിക ഗ്രാമപഞ്ചായത്ത് നൽകിയാൽ പരിശീലനം നൽകാൻ വനം വകുപ്പ് തയ്യാറാണ്. ഇക്കാര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. അയ്യൻകുന്ന്, കൊട്ടിയൂർ, ഉദയഗിരി, കേളകം ഗ്രാമപഞ്ചായത്തുകളിൽ സോളാർ തൂക്കുവേലി നിർമ്മാണം പുരോഗമിക്കുകയാണ്. യോഗത്തിൽ ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ S. വൈശാഖ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, ദുരന്ത നിവാരണം ഡെപ്യൂട്ടി കളക്ടർ KK സുബൈർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ, മറ്റുദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു. ഏജനെറ്റ് ന്യൂസ്, കണ്ണൂർ.